അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങൾക്ക് 40 വയസ്സായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് ഇബാദത്തിൽ കഴിയാൻ വേണ്ടി തിരഞ്ഞെടുത്ത പർവ്വതമാണ് ജബലുന്നൂർ എന്ന് പറയുന്നത്. ഈ മലക്ക് മുകളിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാബയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യും. അപ്പം അന്നത്തെ കാലത്ത് കാബ കാണും ഈ മലന്റെ മുകളിൽ നിന്ന്. ഇപ്പം കാബ കാണൂല, കാരണം ബിൽഡിങ്ങുകളൊക്കെ കുറെ വന്നല്ലോ. അതുകൊണ്ട് ഹറമ് കാണുമെങ്കിലും കാബ ഇപ്പം കാണൂല. അപ്പൊ ഈ കാബയിലേക്ക് നോക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിൽ കഴിഞ്ഞിരുന്നത്. അപ്പൊ അന്ന് എന്തായിരുന്നു മുത്തുനബി ഇബാദത്ത് ചെയ്തിരുന്നത്? എന്തായിരുന്നു? കാരണം അന്ന് ഒന്നും ആയിട്ടില്ലല്ലോ, ദീന് പറയത്തക്ക വിധത്തിലൊന്നും ആയിട്ടില്ലല്ലോ, നോമ്പില്ല, നിസ്കാരങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഇബാദത്ത് എന്ന് പറയുന്നത് റബ്ബിനെ കുറിച്ച് ഓർക്കാന്ന, അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് ഇരിക്കുന്നതാണ് ഒരു ഇബാദത്ത്. ആ ഇബാദത്തിന്റെ മഹത്വം പറയുന്നിടത്ത് കാണാം, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും മഹത്വം നിങ്ങൾ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിനുണ്ട് എന്ന്. നമ്മളൊന്നും ചെയ്യണ്ട, പടച്ച റബ്ബിന്റെ ഓരോ കാര്യങ്ങളും ഓരോ അത്ഭുതങ്ങളും ഒരു മനുഷ്യനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ തന്നെ നമുക്ക് റബ്ബ് എന്താന്ന് മനസ്സിലാവും. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന, റബ്ബിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു ഇബാദത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ജബലുന്നൂറിലെ ചെയ്ത ഇബാദത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഇറക്കി കൊടുക്കുന്നത്. നമ്മളൊക്കെ മദ്രസയിലെ ബുക്കിൽ വായിച്ചിട്ടുണ്ടല്ലോ, മുഹമ്മദ് ഇഖ്റ, വായിക്കൂ. അപ്പം പറയാം എനിക്ക് വായിക്കാൻ അറിയില്ല. വീണ്ടും വീണ്ടും പറയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്, കൂട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ വായിക്കാൻ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യാണ്? ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഒന്നും വായിക്കാനും അറിയാനും എഴുതാനൊന്നും അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യാണ്? അവിടെ വായിക്കുകയാണ്. അങ്ങനെ ഖുർആനിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് ഇവിടെ ഈ ജബലു നൂറിൽ വെച്ചിട്ട്. ഈ ജബൽ നൂറിലെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിക്കൊടുത്തല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറക്കി കൊടുത്തല്ലോ. ഇതിന്റെ ഭാരം കൊണ്ട് ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചത്. ഇപ്പൊ ആര്? മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിനെ ഏൽപ്പിച്ചു കൊടുത്തത് വലിയൊരു ഡ്യൂട്ടി, വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ ദീന് വളർത്തണം, അതിന്റെ ഓരോ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇതിന്റെ ഭാരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്തു? ഈ ഉത്തരവാദിത്തത്തിന്റെ ഭാരം കൊണ്ട് പിന്നെ എന്താ പറയുക, ചെറിയ കാര്യമല്ല ഏൽപ്പിച്ചത്. ഇസ്ലാമിലേക്ക് ദീൻ എന്ത് ചെയ്യണം? പ്രചരിപ്പിക്കണം, ഈ ദീൻ എല്ലായിടത്തേക്കും എത്തിക്കണം. ആ വലിയൊരു ഉത്തരവാദിത്തം മുത്തുനബിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഖുർആനിന്റെ ആ ഭാരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ പനിയും ചെറിയ വിറലൊക്കെ വന്നു. അങ്ങനെ നബി തങ്ങൾ ഓടിപ്പോകുന്നത് എവിടേക്കാണ്? മഹദിയായ സയ്യിദത്തുനാ ബീവി ഖദീജ ഉമ്മന്റെ അടുത്തേക്ക് പോയി പറയാണ്, സമ്മിലൂനി ഖദീജ സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ഉമ്മ എന്താ പറയുന്നത്? നബിയെ, നിങ്ങൾ വിഷമിക്കണ്ടട്ടോ, പ്രയാസപ്പെടണ്ട, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളല്ലേ. നമുക്ക് മല കാണണമെങ്കിൽ ഇവിടുന്ന് കാണുന്ന വ്യൂ ആട്ട ശരിക്ക് കിട്ടുക. നമുക്ക് അങ്ങോട്ട് അടുക്കും തോറും അതിന്റെ വ്യൂ കുറയും. ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ. ആ സമയത്ത് സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഖദീജ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതപ്പിട്ട് മൂടി കൊടുത്തിട്ട് ഇങ്ങനെ തലോടിയിട്ട് പറയാണ്, നബിയെ, നിങ്ങൾ വിഷമിക്കണ്ടട്ടോ. ഉണ്ട്, നിങ്ങൾ വിഷമിക്കണ്ടട്ടോ, നിങ്ങൾ പ്രയാസപ്പെടണ്ട, പിന്നെ നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ, കാരണം നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളല്ലേ. അങ്ങനെ ഓരോ നല്ല വാക്കുകളും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ആരെ? മഹദിയായ സയ്യിദത്തുനാ ബീബി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ. നമുക്കറിയാം, ഈ മലക്ക് നമ്മൾ എല്ലാവരും കേട്ടൊരു ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജബലുന്നൂറിൽ ഇബാദത്തിൽ കഴിയുന്ന സമയത്താണ് മഹദിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ ഒന്നിലേറെ പ്രാവശ്യം അള്ളാന്റെ ഹബീബിന് ഭക്ഷണം മലന്റെ മുകളിലേക്ക് കൊണ്ടുപോയത്. നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് കയറി, എന്നിട്ട് നിങ്ങൾ ഖദീജ ഉമ്മനെ ഓർക്കി. നിങ്ങൾ അത് എപ്പോഴ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിലാണല്ലോ നുബുവത്ത് കിട്ടുന്നത്. 40 വയസ്സിലല്ലേ വഹി ഇറങ്ങുന്നത്, ഖുർആൻ ഇറങ്ങുന്നത്. ആ സമയത്ത് ഖദീജ ഉമ്മന്റെ വയസ്സ് എത്രയാണ്? ഖദീജ ഉമ്മന്റെ വയസ്സ്? എത്ര വയസ്സിന് വ്യത്യാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ഉമ്മ? എത്ര? അപ്പം എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ട്? 55-ാമത്തെ വയസ്സിലാണ് ഖദീജ ഉമ്മ ഈ മലന്റെ മുകളിലേക്ക് ഭക്ഷണപാനീയങ്ങൾ ദിവസം ഒന്നിലേറെ പ്രാവശ്യം കൊണ്ടുപോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഖദീജ ഉമ്മ വാർദ്ധക്യത്തിലേക്ക് അടുക്കുകയാണ്. ആ സമയത്താണ് സ്വന്തം ഭർത്താവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഖദീജ ഉമ്മ ഖിദ്മത്ത് എടുക്കുന്നത്.
ഇവിടെ ഉമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം എന്തെന്നറിയോ? ഖദീജുമ്മന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, മക്കയിലെ രാജാത്തിയാണ്, ഒരുപാട് ഖാദിമീങ്ങളും സേവകരും എല്ലാവരും ഖദീജുമ്മക്ക് ഉണ്ട്. അങ്ങനത്തെ മക്കയിലെ രാജാത്തിയായ ഖദീജ ഉമ്മ എന്താ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത് കാണിച്ചു തരികയാണ്. ഒരു ഭർത്താവിന് ഖിദ്മത്തെടുത്താൽ കിട്ടുന്ന കൂലി നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഖദീജുമ്മയോട് പറയാണ്, ഖദീജോ പിന്നല്ല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് മുത്തുനബിയോട് പറയാണ്, നബിയെ പിന്നെ നമുക്കിവിടെ ഇറങ്ങണോ?